4:30 പണിക്കാർക്ക് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവർക്കുള്ള കടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുഞ്ഞാക്കാക്ക് വിളിച്ചിട്ടോ, കടി വന്നിട്ടില്ല, അവർക്ക് ചായയൊക്കെ കൊടുക്കണം, 4:30 കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കടിയിൽ ആളില്ലാത്തതും കൊണ്ടാണ് ഇതുവരെ കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞുവിനെ വിട്ടിട്ടുണ്ടായിരുന്നു. അവന് കുറച്ച് പൊക്കവടയും കൊണ്ട് വന്നു കേട്ടോ. അതിന് തൊട്ട് പിന്നെ അലയായി കുഞ്ഞാക്ക സ്പെഷ്യലായി വന്നിട്ടുണ്ട് കേട്ടോ. അനക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സുപ്ര അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഈത്തപ്പഴമാണ് കേട്ടോ ഇത്. അതായത് ഈത്തപ്പഴത്തൊക്കെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ വന്നപ്പോൾ ഈത്തപ്പഴമായിരുന്നു കേട്ടോ. പക്ഷേ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഞങ്ങളധികം ഹൈപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴാണ് കേട്ടോ ഇത് വാങ്ങിക്കാറുള്ളത്. മിക്കവാറും നമ്മുടെ അരിമ്പാവുള്ള സൈനാണ് കേട്ടോ ഇത് വാങ്ങിക്കാറുള്ളത്. കുറേ കടകളിൽ നമ്മൾ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇന്ന് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇപ്പോൾ ഞങ്ങൾ 4 ആളും ഈത്തപ്പഴത്തിൻ്റെ ഒരു ഫാനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പെട്ടി ഇപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തീരും. അപ്പോൾ ഞാൻ ചെറിയൊരു പെട്ടിക്ക് മാറ്റിയ ചെറിയ പെട്ടി ഏതാണെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് പോകുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കാലിപ്പെട്ടിയാണ്. ഞാൻ ഈ ഒരു പെട്ടി എങ്ങനെയൊക്കെയോ ഒരു കവറിലാക്കാൻ നോക്കി. പക്ഷേ എങ്ങനെ നോക്കിയാലും അത് കൊള്ളുന്നില്ല കേട്ടോ. പിന്നെ എന്നോടാണോ കളി എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് അതിനെ കുത്തിത്തിരി അതിനുള്ളിൽ അങ്ങോട്ട് അമർത്തി വെച്ചു. ഇപ്പോൾ പണിക്കാരുള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഉച്ചൻ്റെ മുന്നേ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ കൊടുക്കണം. അപ്പോൾ ഞാൻ നാരങ്ങ അല്ലാതെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ നന്നാരി സർവത്താണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 5 ലിറ്ററിൻ്റെ ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു കുപ്പിയിലോട്ട് മാറ്റി വെക്കാം. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് എടുക്കാനും കലക്കാനൊക്കെ നല്ല സുഖമാവും. എപ്പോൾ ബേക്കറി ഐറ്റംസ് കൊണ്ടുവന്നാലും അത് കുറേ അങ്ങോട്ട് തട്ടി കുറച്ചൊക്കെ കഴിക്കും, ബാക്കിയൊക്കെ കളയും കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇവിടെ ബേക്കറി തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയൊരു പേക്ക് അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എപ്പോഴും ആരെങ്കിലും വന്ന് കയറുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കയറുന്ന ടൈമിൽ ഒന്നും ഇവിടെ ഉണ്ടാവാറില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോഴേക്ക് എനിക്ക് സാമ്പാർ കഷ്ണങ്ങൾ, കുറച്ച് നാരങ്ങ, കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെ കൊടുന്ന് തള്ളിയിട്ടുണ്ടായിരുന്നു. എന്ത് കടയിൽ നിന്ന് കൊടുത്താലും അതപ്പോൾ അതിൻ്റെതായ സ്ഥാനത്തേക്ക് വെക്കണം കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഭയങ്കര പൊറുതിയാണ്. സെറ്റാക്കി വെച്ച് കുറച്ച് സാമ്പാർ വെക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ചിന്നുവിൻ്റെ കോൾ വന്നത്. ഒന്ന് പുറത്തിറങ്ങി നിൽക്ക്, എനിക്ക് സ്പെഷ്യലായിട്ട് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പോൾ സംഭവം ഒന്നുമല്ല, നമ്മുടെ ബബ്ലി മൂസ് മുസമ്പി അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. വലിയ നല്ല ഓറഞ്ചിൻ്റെ മുസമ്പിൻ്റെ ഒക്കെ വലിയതുള്ളൊരു സാധനം കേട്ടോ. അങ്ങനെ ഓളോളെ വീട്ടിലേക്ക് താമസിക്കാൻ വരികയാണ്. അപ്പോൾ പൂച്ചനെയും കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൂച്ചനെ കാണാൻ എന്തോ ഒരു ക്യൂട്ടാണ്. വളർത്താൻ വലിയ സൗകര്യമില്ല, അല്ലെങ്കിൽ നമുക്കതൊന്നും ഒന്ന് വാങ്ങിക്കായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവമാണ് അവൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അവിടേക്ക് ഈ ഒരു സംഭവത്തിന് എന്താണ് പേര് പറയാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത് തരുമ്പോൾ അവൾക്ക് ഭയങ്കര നാണം മാനക്കടക്ക് വരുന്നുണ്ടായിരുന്നു. സച്ചുവിൻ്റെ കയ്യിൽ നിന്ന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനൊന്ന് കളിക്കാൻ പോയപ്പോൾ ചെറുതായിട്ടൊന്ന് പന്തടിച്ചതാണ്. ആ ഒരു കയ്യിൽ തൈലം കുഴമ്പൊക്കെ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അവന് നല്ല വേദന ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഏതായാലും കിട്ടിയ സാധനം ഞങ്ങളൊന്ന് പൊളിച്ചു നോക്കിട്ടോ. കത്തി തട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കത്തി തട്ടിക്കാതെ അത് എങ്ങനെ മുറിച്ചെടുക്കും. അങ്ങനെ ഏകദേശമൊക്കെ വലിച്ച് പറിച്ച് മുറിച്ച് അങ്ങനെയൊക്കെ എടുത്തു. എന്തായാലും ചെറുതായിട്ടൊരു കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നല്ല മധുരം ഉണ്ടായിരുന്നു. മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും പറ്റൂല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. എന്നാലും ഞങ്ങൾ കുറച്ചധികം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കണ്ട കേട്ടോ. കുറച്ച് നീട്ടി വലിച്ചൊരു കമൻറ്റും എഴുതാൻ മറക്കല്ലേ കേട്ടോ. താങ്ക്